Hello friends, welcome to another episode of Simple Healthy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് ഡിഷായിട്ടാണ്. ഇതൊരു സ്റ്റൂ ആണ്. സ്റ്റൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതെന്ത് സ്റ്റൂ എങ്ങനെ സ്വീറ്റ് ആവണേന്ന്. പക്ഷേ ഇത് സ്വീറ്റ് തന്നെയാണ്. ഇത് ബനാന സ്റ്റൂ ആണ്. അതിനായിട്ട് 2 ഏത്തപ്പഴം അത് നല്ലപോലെ മുറിച്ച് മാറ്റി വയ്ക്കണം. അതിങ്ങനെ മുറിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗിക്കും എല്ലാത്തിനും നല്ലത്. ഇത് നമുക്ക് ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി ചൂടാക്കി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു പട്ടയും കുറച്ച് ഗ്രാമ്പും ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് നല്ലപോലെ സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര, ബിക്കോസ് ഏത്തപ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ മധുരം അനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 മുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചൊന്ന് ചെറുതീയിൽ അത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഹോൾ കുക്കിംഗ് പ്രോസസ്സ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്താ പറയുക, ഈ നെയ്യും പഴമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിയൊക്കെ പിടിക്കാണ്ടിരിക്കാൻ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ നല്ലത്. ഇനി ലാസ്റ്റ് ജസ്റ്റ് ഒന്നും കൂടെ ആ ഫ്ലേവറിനൊരിത് കൂട്ടാൻ ഒരു പിഞ്ച് ഒരു നുള്ള് നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ നടച്ചു വെച്ച് വേവിച്ചാൽ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ബനാന സ്റ്റൂഡ് റെഡി ആയി കഴിഞ്ഞു. ഇത് ആക്ച്വലി എന്താ പറയുക, ചുമ്മാ അപ്പത്തിൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലിപ്പോൾ എന്താ പറയുക, അപ്പവും സ്റ്റൂവും എന്തെങ്കിലും വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ നോൺ വെജ് അല്ലേ, ഇപ്പോൾ ബനാന കൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. പുട്ടിൻ്റെ കൂടെ ബനാന സ്റ്റൂ എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.